ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ISL കാണാൻ പോകണം. അത് കൊച്ചിയിൽ, അതും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ അടിച്ചിട്ട് കളി ജയിക്കോ തോക്കോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകുന്നതിന്റെ ത്രില്ലിലാണ് ഞാൻ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. ബൈ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട്. അങ്ങനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇവിടെ നിന്ന് കൊച്ചിക്ക് പോകാനുള്ള ടിക്കറ്റ് കൊടുത്ത് 75 രൂപയാണ് ആയത്. ഇവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരന്മാരെ കണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 4 പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ട്രെയിൻ ഉള്ളത്. ഇനി ഇവന്മാരെ പരിചയപ്പെടുത്തി തരാം. ഈ വെള്ള ടീഷർട്ട് ഇട്ടിരിക്കുന്നത് ആശ്ലിൻ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് അഭിനന്ദ്. ആ ബ്ലാക്ക് ഷർട്ട് ആശ്ലിൻ്റെ അനിയൻ അശ്വിൻ. ഈ കൈ കാണിക്കുന്നത് ആഷിഖ് സ്ഥിരമായിട്ട് കളി കാണാൻ പോകുന്നതാണ്. ഇപ്പോൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കളിയൊക്കെ. കൊച്ചിയില് പോയിട്ട് എത്രാമത്തെ സീസണാണ്? ഞാനിപ്പോ 4ാമത്തെ സീസണാണ് പോകുന്നത് തുടർച്ചയായിട്ട്. എങ്ങനെയുണ്ട് കളിയൊക്കെ? എങ്ങനെയുണ്ട്? കളിയൊക്കെ അടിപൊളി കളിയാണ്. വൈബാണ്. ഈസ്റ്റ് കേരള മഞ്ഞപ്പടയുടെ കൂടെ ആയിരിക്കും ഈ വർഷം കപ്പടിക്കും കേരള ബ്ലാസ്റ്റേഴ്സ്. കപ്പ് കിട്ടിയ പ്രതീക്ഷയാണല്ലേ? നമ്മുടെ കൂടെ വരുന്ന തമ്പി ബ്രോ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ലേറ്റ് ആയിട്ടാണ് വന്നത്. പയ്യോട് ചോദിക്കാം എന്താണ് കാരണം ലേറ്റ് ആയത്. എന്താണ് ലേറ്റ് ആയത് കാരണം ഒന്നും പറയുന്നില്ല. നാണം കൊണ്ട് പോവുകയാണ്. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം സെൻട്രലിൽ നിന്ന് ട്രെയിൻ എടുത്തു. കളി ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ പോകുന്നത്. എനിക്കൊട്ടും പ്രതീക്ഷയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ മാച്ച് കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോ എല്ലാവർക്കും അവിടെ പോയിട്ട് കാണാം. ബൈ. ഇരിക്കാനാണെങ്കിൽ ഇവിടെ സീറ്റൊന്നുമില്ല. അവിടെ നിൽക്കുകയാണ് ഇപ്പം. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഇരിക്കാനൊന്ന് സീറ്റ് കിട്ടി. ഇവിടെയാണ് ഈ വീഡിയോ എടുത്തത്. രാവിലെ 9:15 ട്രെയിൻ ഉച്ചയ്ക്ക് 1:30 ആയപ്പോഴാണ് കൊച്ചി എത്തിയത്. നമ്മൾ വന്ന് ഇറങ്ങിയത് എറണാകുളം ജംഗ്ഷനിലാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പുറത്ത് പോയി വല്ലതും ഫുഡ് കഴിക്കണം. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് ഹോട്ടലിൽ കയറണമെന്ന്. അങ്ങനെ നടന്ന് ഒരു ഹോട്ടലിൽ കണ്ടുപിടിച്ചു. സമ്മർ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി ബറോട്ടയും ബീഫും എല്ലാം ഓർഡർ ചെയ്തു. ബറോട്ടയാണെന്ന് അടിച്ചിട്ടില്ല. ഫുഡാണെങ്കിൽ അത്ര പോരാ. പിന്നെ നമ്മൾ കയറിയ സമയത്താണെങ്കിൽ കറണ്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല ചൂടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഴിച്ചിറങ്ങി. തൊട്ടടുത്ത് തന്നെ ഒരു മെട്രോ ഉണ്ട്, എറണാകുളം സൗത്ത്. അവിടെ കയറി JLN സ്റ്റേഡിയത്തിലോട്ട് ടിക്കറ്റ് കൊടുത്ത് 30 രൂപയാണ് ആയത്. അങ്ങനെ എസ്കലേറ്റർ വഴി ഇപ്പോൾ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകളിൽ കയറി ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം മെട്രോയ്ക്ക് വേണ്ടി. ഇവനെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഈ ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നവനാണ് ശരൺ. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം മെട്രോ വന്നു. അങ്ങനെ മെട്രോയുടെ അകത്ത് കയറി ഇപ്പോൾ JLN സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ സ്റ്റേഷൻ എത്തി. മെട്രോയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ കാണുന്നത് ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള ചെടിച്ചട്ടിയും ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ ഫുട്ബോൾ സ്റ്റേഡിയം കാണാം. അങ്ങനെ അവിടെ നിന്നും പിന്നെ താഴെ ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെയാണെങ്കിൽ നിറച്ച് കച്ചവടക്കാർ ഈ ജേഴ്സി വിൽക്കുന്ന. അങ്ങനെ ജേഴ്സി ഒരെണ്ണം വാങ്ങിച്ചു. 200 രൂപയാണ് വിലയായത്. അവിടെ വെച്ച് തന്നെ അവൻ ചേഞ്ച് ചെയ്ത് ജേഴ്സി എടുത്തിട്ടെങ്കിൽ ഇപ്പം അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ജേഴ്സി ഇട്ടതിന്റെ. പിന്നെ ഒരു ഹെഡ് ബാൻഡ് കൂടെ വാങ്ങിച്ചു. ഇതിന് 20 രൂപയാണ് ആയത്. പിന്നെ അവിടെ കുറെ നേരം കറങ്ങി തിരിഞ്ഞ് സ്റ്റേഡിയത്തിലോട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ട് ഭാഗം. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊച്ചി. പിന്നെ സ്റ്റേഡിയത്തിന്റെ അകത്തോട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടിക്കറ്റ് കയ്യിൽ കിട്ടി. 239 രൂപയാണ് ആയത്. ഇത് നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. പിന്നെ എല്ലാവരും കൂടെ അത് നേരത്തെ വെച്ച് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി. ഇവിടെ നമുക്ക് ബാഗൊക്കെ വെക്കാം. അങ്ങനെ നമ്മളിവിടെ ബാഗെല്ലാം വെച്ച് ഇവിടെ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ആരുമില്ല, കുറച്ച് പേര് മാത്രം. ഇവിടെ സൈഡിലാണെങ്കിൽ ഒരു ബോർഡുണ്ട്, ഈ സ്റ്റേഡിയത്തിന്റെ അകത്ത് കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങൾ, ഇതൊന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. ഒരു അരമണിക്കൂർ ശേഷമാണ് പിന്നെ ആൾക്കാർ വന്നത്. പിന്നെ അവിടെ ഒരു മണിക്കൂർ നിന്നതിന് ശേഷം ആ ഗേറ്റ് തുറന്ന് ഓടിപ്പോയി ടിക്കറ്റ് കൊടുത്തതിന് ശേഷം അടുത്ത ചെക്കിങ്ങിലോട്ട് പോയി. അടുത്ത ചെക്കിങ്ങിൽ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് ഗേറ്റ് തുറന്ന് ഇപ്പൊ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സീറ്റ് പിടിക്കാൻ വേണ്ടി. ഓടി സ്റ്റേഡിയത്തിന്റെ അകത്ത് കയറി. സ്റ്റേഡിയത്തിന്റെ അകത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സീറ്റ് പിടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ സീറ്റ് കിട്ടൂല, അല്ലെങ്കിൽ വേറെ സൈഡിൽ എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ ആരുമില്ല. നമ്മളിരിക്കുന്ന സൈഡിൽ മാത്രം ആൾക്കാർ. ഈ ഈസ്റ്റ് ഗാലറിയിൽ മാത്രം ഉണ്ട് ആൾക്കാർ, അല്ലാതെ ഒരൊറ്റ മനുഷ്യർ അവിടെ ഇല്ല. 5:15 ഉള്ളൂ. അതായിരിക്കും ആൾക്കാർ കാണാത്തത്. 7:30 കളി തുടങ്ങുന്നത്. അപ്പോൾ വരുമായിരിക്കും. എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ നിന്ന് സ്റ്റേഡിയം ഇങ്ങനെ കാണാൻ. ഇതുവരെ ഇങ്ങനെ സ്റ്റേഡിയം ഇങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുംബൈ FC പ്ലെയർ എല്ലാം ട്രെയിനിങ്ങിന് ഇതിൻ്റെ അകത്ത് വന്ന് പിന്നെ എല്ലാവരും കൂടെ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി. ബ്രോ അത്
കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെറ്റാക്കാൻ തുടങ്ങി. പിന്നെ ഫാൻസിനെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊടി തന്നു. ഇപ്പോൾ അത് വെച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ്. വൈബായിട്ട് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഫ്ലെക്സ് നമ്മുടെ മുകളിൽ കൂടെ വന്നത്. ഗ്രൗണ്ടിൽ പ്ലേയേഴ്സ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാനാവുന്നത്. കുറച്ച് നേരത്തിന് ശേഷം അത് മാറ്റി. സമയം ഇപ്പോൾ 7:30 ആവാറായി. ഇപ്പോൾ കളി തുടങ്ങും. അതിൻ്റെ ത്രില്ലിലാണ് ഇപ്പോൾ നമ്മൾ.
ഹാഫ് ടൈം ആയിരിക്കുകയാണ്. എന്താ വൈബ് ഈ ഗാലറിയിൽ, ഈ എൻ്റെ മോനെ സെറ്റ് വൈബാണ് ഈ ഗാലറിയിൽ. തുടർ പരാജയം കൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ കുറവ്, പക്ഷേ വൈബ് ഒട്ടും കുറവില്ല.
നമ്മൾ തോറ്റു ഗായ്സ്, നമ്മൾ തോറ്റു. 1-0 മുംബൈ FC തോറ്റു. ഇപ്പോൾ നമ്മൾ പ്ലേയേഴ്സിന് ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദി. പക്ഷെ ഇവിടുത്തെ വൈബ് ഒരു രക്ഷയില്ല. ഇത്ര ആൾക്കാർ ഇല്ലാത്തത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കിടിലം കിടിലം കിടിലം. ഓരോ തവണ ചാൻഡ് ചെയ്യുമ്പോൾ പേടിയായിരുന്നു, കാരണം സ്റ്റേജ് ഇടിഞ്ഞു വീഴുമെന്ന്. കാരണം അതുപോലെ കിടന്ന് കുലുങ്ങുമായിരുന്നു സ്റ്റേജ്. നിങ്ങൾ എന്തായാലും മഞ്ഞപ്പട ഈസ്റ്റ് ഗാലറിയിൽ വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യണം. നിരാശയോടെ മടങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ്. ഒരു കിടില അനുഭവമായിരുന്നു. പിന്നെ അവിടെ നിന്ന് മെട്രോ കയറാൻ ചെന്നു. മെട്രോയിൽ എത്തിയപ്പോൾ അതിനേക്കാളും തിരക്ക്, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ തിരക്ക്. പിന്നെ അവിടെ നിന്ന് നേരെ എടപ്പള്ളിയിൽ പോയി ഇറങ്ങി. പിന്നെ എടപ്പള്ളിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കണം, ഇനി പോയി വല്ല ഫുഡ് കഴിക്കണം. അങ്ങനെ അവിടെ നിന്ന് മെട്രോ നിന്ന് ഇറങ്ങി നടന്ന് ഗ്രാൻഡ് മാളിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കണം. ഗ്രാൻഡ് മാളാണെങ്കിൽ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നടന്ന് ഏതെങ്കിലും ഒരു നല്ല കടയിൽ പോയി ഫുഡ് കഴിക്കണം. എടപ്പള്ളി മെട്രോയിലുള്ള ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറി അങ്ങനെ നടന്ന് അറേബ്യൻ പാലസിലെത്തി. ഇവിടെ നിന്ന് മന്തി കഴിക്കുന്ന വിചാരിച്ചപ്പോൾ ഇവിടെ മന്തി ഇല്ല, കാരണം അത്രയ്ക്ക് തിരക്ക്. പിന്നെ കുറെ കടയിൽ കയറി, അവിടെ ഒന്നുമില്ല. പിന്നെ അവസാനം താൽ കിച്ചണിൽ വന്ന് ബറോട്ടയും ഹണി ചില്ലി അൽഫാമും കഴിച്ച് നല്ല ഫുഡായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഒരു ഊബർ എടുത്ത് പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിന്റെ ചാർജർ ഓഫായി. അവിടെ നിന്ന് പിന്നെ എറണാകുളം സൗത്തിൽ പോയി രാത്രി 1 മണിക്ക് ട്രെയിൻ കയറി വെളുപ്പിനെ തമ്പാനൂരെത്തി. തമ്പാനൂരിൽ നിന്ന് ഇപ്പോൾ വീട്ടിലോട്ടുള്ള ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ബൈ.